BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. വേമ്പനാട്ട് കായലിന്റെ കൈവഴിയായ പെരുമ്പടപ്പ് കായലിൽ എക്കലും പായലും നിറഞ്ഞു. ഇതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലായി. 100ഓളം ചീനവലകൾ കായലിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൊച്ചുവള്ളക്കാർ അടക്കമുള്ള ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിനുള്ള ഇടം കൂടിയാണ് കായൽ. എന്നാൽ എക്കൽ നിറഞ്ഞതോടെ തൊഴിലിടം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് തൊഴിലാളികൾ. വേലിയേറ്റ വേളകളിൽ മാത്രമാണ് കായലിൽ വെള്ളം നിറയുന്നത്. ഈ വേളകളിൽ മാത്രം മത്സ്യബന്ധനം നടത്തേണ്ട ഗതികേടിലാണ്. ഇതിനിടയിലാണ് കായലിൽ പോളപ്പോയൽ ശല്യവും. എക്കൽ നിറഞ്ഞതോടെ മത്സ്യലഭ്യത കുറഞ്ഞിരിക്കുകയാണ്. ഇതിനു പുറമെ പായൽ കൂടിയായതോടെ തൊഴിലാളികളുടെ ദുരിതം ഇരട്ടിയായി. വേലിയേറ്റ സമയത്ത് പോലും ചീനവലകൾ കായലിലേക്ക് താഴ്ത്താനാവാത്ത അവസ്ഥയിലാണ്. ഉപരിതലത്തിൽ പായലുകൾ കട്ട പിടിച്ചു കിടക്കുന്നതിനാൽ വലകൾ മുകൾ തട്ടിൽ തങ്ങി നിൽക്കും. പായലുകൾ തിക്കിമാറ്റി വലയിടുമ്പോഴാകട്ടെ പായൽ കയറി ഭാരം താങ്ങാനാവാതെ ചീനവല കീറുന്നതായും തൊഴിലാളികൾ പറയുന്നു. കുറ്റിവലക്കാർക്കും പായൽ വിനയാവുകയാണ്. ഭായിമാരെ മലയാളം പഠിപ്പിക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ 2018 ആരംഭിച്ച ചങ്ങാതി പദ്ധതിയിലൂടെ മലയാളം പഠിച്ചത് 1000ഓളം പേർ. പദ്ധതി 4 ഘട്ടം പൂർത്തിയാകുമ്പോൾ എറണാകുളം ജില്ലയിൽ മലയാളത്തിൽ വിജയഭേരി മുഴക്കുന്നത് 976 അന്തർ സംസ്ഥാനക്കാരാണ്. സംസ്ഥാനത്തെ ഏറ്റവും അധികം അന്തർ സംസ്ഥാനക്കാർ വിവിധ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന ജില്ലയാണിത്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടങ്ങളിൽ പദ്ധതി കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. പൂർത്തിയായത് 4 ഘട്ടം വിവിധ തൊഴിലാളികൾക്കായി സംസ്ഥാനത്തേക്ക് വൻതോതിൽ അന്തർ സംസ്ഥാന തൊഴിലാളികൾ എത്തിയതോടെയാണ് ആശയവിനിമയം തലവേദനയായത്. ഇതേ തുടർന്നാണ് പ്രാഥമിക കാര്യങ്ങളെങ്കിലും ആശയവിനിമയം നടത്താൻ ഇവരെ മലയാളത്തിൽ സാക്ഷരരാക്കുകയെന്ന ആശയം ഉദിച്ചത്. ഇതിന്റെ ചൂടുപിടിച്ച് സാക്ഷരതാ മിഷൻ ചങ്ങാതി എന്ന പേരിൽ സാക്ഷരതാ പരിപാടി ആരംഭിക്കുകയായിരുന്നു. ശ്വാസകോശ ആരോഗ്യ ബോധവൽക്കരണവുമായി VPS ലെക്ചർ ഹോസ്പിറ്റൽ ലോക ശ്വാസകോശ ദിനം ആഘോഷിച്ചു. യൂറോപ്യൻ റെസ്പിറേറ്ററി സൊസൈറ്റി, യൂറോപ്യൻ ലങ് ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന സൗജന്യ ശ്വാസകോശ ആരോഗ്യ പരിശോധന മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള ബലൂൺ വീർപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 30 വരെ പൊതുജനങ്ങൾക്ക് സൗജന്യ ശ്വാസകോശ പരിശോധന ആശുപത്രിയിൽ ലഭ്യമാണ്. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റുകൾ, വാക്സിനേഷൻ മാർഗനിർദ്ദേശം, പുകവലി നിർത്തുന്നതിനുള്ള പിന്തുണ എന്നിവ ക്യാമ്പിൽ സൗജന്യമായി ലഭ്യമാകും. കൂടാതെ VPS ലെക്ചറിന്റെ നേതൃത്വത്തിൽ 28-ന് ലുലു മാളിൽ സൗജന്യ ശ്വാസകോശ പരിശോധനയും നടത്തും. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളം, പാലക്കാട് ജില്ലകളിലായി സഭാ തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ ഏറ്റെടുക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 10 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു. കോടതിയലക്ഷ്യ ഹർജികൾ സിംഗിൾ ബെഞ്ചിന്റെ ഓഗസ്റ്റ് 30 ഉത്തരവിനെതിരെ യാക്കോബായ സഭയിലെ ഫാദർ KK മാത്യൂസ് ഉൾപ്പെടെ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. അപ്പീൽ നിലനിൽക്കുമോ എന്ന വിഷയത്തിൽ ഇരു കക്ഷികളുടെയും പ്രാഥമിക വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് അപ്പീൽ 1-ന് പരിഗണിക്കാൻ മാറ്റി. എറണാകുളം ജില്ലയിലെ ഓടക്കാലെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി, പുളിന്താനം സെന്റ് ജോൺസ് ബസ്ഫാഗെ ഓർത്തഡോക്സ് സിറിയൻ പള്ളി, മഴുവന്നൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി, പാലക്കാട് ജില്ലയിലെ മംഗളഡാം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി, എരിക്കിൻചിറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി, ചെറുകുന്നം സെന്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി എന്നീ പള്ളികൾ ഏറ്റെടുക്കാനാണ് കളക്ടർമാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. 30-ന് മുൻപ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർമാർക്ക് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള KSEB നീക്കത്തിനെതിരെ ജനകീയ തെളിവെടുപ്പുമായി ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 26-ന് തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ജനകീയ തെളിവെടുപ്പ് സംഘടിപ്പിക്കുന്നു. എറണാകുളം ജില്ലയിൽ പബ്ലിക് ലൈബ്രറിക്ക് സമീപമുള്ള C അച്യുതമേനോൻ ഹാളിൽ 26-ന് രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് തെളിവെടുപ്പ്. ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന അരൂർ ക്ഷേത്രം കവല മുതൽ ബൈപ്പാസ് വരെയുള്ള റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ടൈൽ പാകൽ ജോലികൾ പൂർത്തിയായി. ഇന്നലെ രാവിലെ മുതൽ ടൈൽ പാകിയ റോഡിലൂടെ ഗതാഗതം ആരംഭിച്ചു. കിഴക്ക് ഭാഗത്തെ റോഡിലെ 2 വരി ഗതാഗതം 1 വരിയായി ചുരുക്കി മാസങ്ങളായി കുണ്ടും കുഴികളുമായി കിടന്ന റോഡ് ഭാഗമാണ് ടൈൽ പാകിയത്. 3.5 മീറ്റർ ടൈൽ പാകിയ ഭാഗം കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലം മെറ്റലിംഗ് നടത്തി ഇവിടെ 2 വരി ഗതാഗതത്തിനുള്ള പാതയാണ് ഒരുക്കിയത്. കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന സമയത്ത് 3 തടി കയറ്റിയ ലോറികളും മറ്റ് ഒട്ടേറെ വാഹനങ്ങളും ഇവിടെ മറിഞ്ഞിട്ടുണ്ട്. 4
ദിവസം കൊണ്ടാണ് 580 മീറ്റർ നീളത്തിൽ ടൈൽ പാകിയത്. എന്നാൽ ദീർഘദൂര ചരക്ക് വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇനിയും ആരംഭിക്കും. ചരക്ക് വാഹനങ്ങളടക്കം വലിയ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഗതാഗത തടസ്സമുണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് നിയന്ത്രണം. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്ന ഭാഗങ്ങളിൽ 3 ഭാഷയിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള ജോലികൾ ആരംഭിച്ചു. ഗതാഗത നിയന്ത്രണത്തിനായി കരാർ കമ്പനി കൂടുതൽ തൊഴിലാളികളെയും വിന്യസിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.